നമസ്കാരം. മാറ്റിനിയിലേക്ക് സ്വാഗതം. ജൂൺ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഭാഗ്യമാസമാണ്. 1958 ജൂൺ 26 ജനിച്ച അദ്ദേഹത്തിന് ഇന്ന് 66 പിറന്നാളാണ്. എന്തായാലും ജാതകത്തിൽ പറയും പോലെ 66 വയസ്സിൽ താരത്തിന് രാജയോഗമാണ് കൈവന്നിരിക്കുന്നതും. ഇത്തവണത്തെ പിറന്നാളിന് മാധുര്യം കൂടുതലാണ്. 2 തവണ പരാജയം ഏറ്റുവാങ്ങിയിട്ടും തളരാതെ ആ മണ്ഡലത്തിൽ നിന്നും കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് സീറ്റിൽ താമര വിരിയിച്ചത് ഒരു ചെറിയ നേട്ടമല്ല. ആരാധകരും പാർട്ടി പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ അദ്ദേഹത്തിന് ആശംസകൾ നേർന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പാർലമെന്റിലായിരിക്കും പിറന്നാൾ ദിനത്തിലും അദ്ദേഹം. പിറന്നാൾ പ്രമാണിച്ച് പ്രത്യേക ആഘോഷങ്ങളൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ പിറന്നാൾ ആഘോഷമല്ലിത്. അച്ഛന്റെയും അമ്മയുടെയും മകന്റെ ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെ അച്ഛന്റെ ബന്ധുക്കളുടെ കലാകാരൻ എന്ന നിലയിൽ ലോകത്തിലെ എല്ലാം ഇഷ്ടക്കാരുടെ ആഘോഷമാണിത്. അത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം തന്റെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സിനിമയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശം. BJPയുടെ രാജ്യസഭാ MP ആയിരുന്ന തൃശൂരിൽ നിന്നും ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടുവെങ്കിലും തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സുരേഷ് ഗോപി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളിലെ രാഷ്ട്രീയ അധികായന്മാരായ VS സുനിൽകുമാറിനെയും K മുരളീധരനെയും അട്ടിമറിച്ചാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJP MP ആയത്. 74,686 വോട്ടുകൾക്കായിരുന്നു വിജയം. 3ാം മോദി മന്ത്രിസഭയിൽ വിനോദസഞ്ചാരം, പെട്രോളിയം, പ്രകൃതിവാതക സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. ഇപ്പോൾ കൊല്ലത്ത് ലക്ഷ്മി ഫിലിംസ് എന്ന സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്ന K ഗോപിനാഥൻ പിള്ളയുടെയും ജ്ഞാനലക്ഷ്മിയുടെയും 4 മക്കളിൽ മൂത്തയാളാണ് സുരേഷ് ഗോപി. 6ാം വയസ്സിൽ ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. സുരേഷ് G നായർ എന്നായിരുന്നു യഥാർത്ഥ പേര്. സംവിധായകൻ K ബാലാജിയാണ് പേര് സുരേഷ് ഗോപി എന്നാക്കിയത്. 1987 റിലീസായ മോഹൻലാൽ ചിത്രമായ 20ാം നൂറ്റാണ്ടിലെ വില്ലൻ വേഷമാണ് സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ, സുരേഷ് ഗോപി കുട്ടിക്കെട്ടിൽ പിറന്ന സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായതോടെ ആ മഹാനടനെ മലയാളികൾ നെഞ്ചേറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ആരാധകരെ സംബന്ധിച്ചും പാർട്ടി അനുഭാവികളെ സംബന്ധിച്ചും സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ്. സുരേഷ് ഗോപി ഇല്ലാതിരുന്നതോടെ വീട്ടിൽ മക്കളെല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ്. ഭാഗ്യയും ശ്രേയസും രാവിലെ തന്നെ വീട്ടിലെത്തി. പ്രാർത്ഥനകളും വഴിപാടുകളുമായി രാധികയും അമ്പലത്തിൽ തന്നെയാണ്. വീട്ടിലെ പിറന്നാൾ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരാധകരും അതുപോലെ ആഘോഷം ഏറ്റെടുത്തിരിക്കുകയാണ്. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.